വയോജനങ്ങൾക്ക് ഗോൾഡൻ സപ്പോർട്ട് എന്ന പേരിൽ പദ്ധതി കൊണ്ടുവരുമെന്ന് നജീബ് കാന്തപുരം MLA. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ MEC7 വ്യായാമ കൂട്ടായ്മയിലെ അംഗങ്ങളെ കാണാൻ എത്തിയതായിരുന്നു നജീബ് കാന്തപുരം MLA. ബുധനാഴ്ച അതിരാവിലെയാണ് MEC7 അംഗങ്ങൾ വ്യായാമം ചെയ്യുന്ന പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം എത്തിയത്. സമൂഹത്തിൽ വ്യായാമ സംസ്കാരം വളർത്തിയെടുക്കുന്നതിൽ MEC7 മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നജീബ് കാന്തപുരം അഭിപ്രായപ്പെട്ടു. MEC7 അംഗങ്ങളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ച ശേഷം വയോജനങ്ങൾക്കായി പ്രത്യേക പദ്ധതി തുടങ്ങുമെന്ന് നജീബ് കാന്തപുരം MLA സൂചിപ്പിച്ചു. ക്രിയാ പദ്ധതിയുടെ ഭാഗമായി ഗോൾഡൻ സപ്പോർട്ട് എന്ന പേരിലാണ് പദ്ധതി തുടങ്ങുക എന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. ഇപ്പോൾ ഗ്രൗണ്ടിൽ MEC7ന്റെ എക്സസൈസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, MEC7 ഉണ്ടാക്കിയ ഒരു കൾച്ചർ ഉണ്ട്. അത് സാധാരണക്കാർ, പലപ്പോഴും പ്രായമുള്ള ആളുകൾ, അതുപോലെ 50 വയസ്സ് കഴിഞ്ഞ ആളുകൾ, അവർക്ക് സ്വാഭാവികമായിട്ടും ചെയ്യാത്തൊരു കാര്യമാണ് എക്സസൈസ് എന്ന് പറയുന്നത്. കുട്ടികൾ ജിമ്മിൽ പോണ പോലെ പ്രായമുള്ള ആളുകൾ അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു വ്യായാമ സംസ്കാരം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അത് വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഏറ്റവും താഴെ തട്ടിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമായി അതിനെ മാറ്റിയത് MEC7 ആണ്. ഞാനും നേരത്തെ MEC7ന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ ഒരു ഹെൽത്തി കൾച്ചർ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കണം. നമ്മൾ ഈ അടുത്ത 5 വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റുകളിൽ വൈവിധ്യമാർന്ന ഒരു കാര്യം ഗോൾഡൻ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് ക്രിയയുടെ ഭാഗമായിട്ടാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലെ 100 കണക്കിന് വിദ്യാർത്ഥികൾ ക്രിയയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ 100 കണക്കിന് ആളുകൾ 70 വയസ്സിന് മേലെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവരെ തമ്മിൽ കണക്ട് ചെയ്ത് നമ്മളൊരു ഹാപ്പിയസ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസി, ഇപ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മളെ നിയോജകമണ്ഡലത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രായമുള്ളവരെ ടേക്ക് കെയർ ചെയ്യുന്ന, അവർക്ക് സമാശ്വാസം കൊടുക്കുന്ന, അവരുടെ മനസ്സിന് കൂടുതൽ സന്തോഷം കൊടുക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഗോൾഡൻ സപ്പോർട്ട് എന്ന പേരിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഓൾഡ് ഏജ് എന്നല്ല പറയേണ്ടത്, അത് ഗോൾഡ് ഏജ് എന്നാണ് പറയേണ്ടതാണ്. അപ്പോൾ ആ ഗോൾഡ് ഏജ് ആണ് ഒരു 70+ എന്ന് പറയുന്നത്. ആ ഗോൾഡ് ഏജ് എന്ന് പറയുന്ന അവർ 70 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യന്മാരാണ്. അവർ ഈ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലത്തെ സജീവമാക്കിയ ആളുകളാണ്. അപ്പോൾ അവരിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന കാര്യം എന്താ പറയുക, അവർക്കൊന്ന് കേൾക്കാൻ ആൾ വേണം, അവരുടെ ഒരു കാര്യങ്ങൾ സംസാരിക്കാൻ ആൾ വേണം. അതെല്ലാമാണ് അടുത്തൊരു പ്രോജക്റ്റിൽ ഏറ്റവും ഹ്യൂമാനിറ്റേറിയൻ ഒരു ഫേസ് ഉള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കും. അത് ക്രിയ ആയിരിക്കും നടപ്പാക്കുക. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു അത് തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.